ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 3rd ചാപ്റ്റർ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും പ്രധാനപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ഒക്കെയാണ് ഈ വീഡിയോ പറയുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. √2x പ്ലസ് √3y ഈക്വൽ ടു 0, √3x മൈനസ് √8y ഈക്വൽ ടു 0. എപ്പോഴും ചെയ്യുന്ന പോലെ ഫസ്റ്റ് ലെറ്റ് us നമ്പർ ദ ഇക്വേഷൻസ്. ഇക്വേഷൻ നമ്പർ കൊടുക്കുക. കൺസിഡർ വൺ ഓഫ് ദ ടു ഇക്വേഷൻസ്. ഇതൊക്കെ നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അതേ മെത്തേഡാണ്, അതുകൊണ്ട് ഞാൻ നമുക്ക് പറഞ്ഞു പോവാം. ഇതേപോലെ തന്നെ എല്ലാ മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനിലൊക്കെ ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇറ്റ് ഇസ് ബെറ്റർ ടു കൺസിഡർ സിമിലർ ഓഫ് ദ ടു ഇക്വേഷൻ. നമുക്ക് എളുപ്പം തോന്നും, √2 ഒക്കെ വന്നുകൊണ്ട് ആർക്കും വലിയ എളുപ്പമൊന്നും ആയിരിക്കില്ല. പക്ഷേ √2 വന്നത് കൊണ്ടോ പ്ലസോ മൈനസോ വന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. അതൊക്കെ വെറും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിലാണ് എല്ലാവർക്കും പേടി. അപ്പൊ നമുക്ക് നോക്കാം. നമ്മളിപ്പോ ഇക്വേഷൻ നമ്പർ 1 സെലക്ട് ചെയ്യും. കൺസിഡർ √2x പ്ലസ് √3y ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് x ഈക്വൽ ടു എന്നോ y ഈക്വൽ ടു നമുക്ക് എഴുതാൻ പറ്റണം. നമുക്ക് നോക്കാം. ഇതിനെ മാറ്റി എഴുതുക. √2x ഈക്വൽ ടു നമ്മൾ എടുക്കുന്നു. അപ്പൊ നമ്മൾ ആ √3y അപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പൊ √3y ഇവിടെ പ്ലസ് ആണ്, ഇപ്പുറത്ത് മൈനസ് ആവും. മൈനസ് √3y പ്ലസ് 0 ആണ്, അതുകൊണ്ട് അങ്ങനെ വെച്ചു. അപ്പൊ x ഈക്വൽ ടു എന്ത് ചെയ്യണം? മൈനസ് √3y ഡിവൈഡ് ബൈ √2 എന്ന് നമുക്ക് കിട്ടും. ആ √2 ഇപ്പുറത്തേക്ക്. ഇനി അപ്പൊ നമ്മൾ x ഈക്വൽ ടു എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഈ നമ്പർ ചെയ്യാം, പേര്, അതായത് നമ്പർ കൊടുത്തു. നമ്പർ 3 എന്ന് കൊടുത്തു. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ മെത്തേഡ്? നമ്മൾ ഇഷ്ടം പോലെ പറഞ്ഞ നേരത്തെ കണക്കിലൊക്കെ പറഞ്ഞാണ്, അതുകൊണ്ട് നമ്മൾ അത് സ്കിപ്പ് ചെയ്ത് പോവാം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ്. വി നീഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് സംതിങ്. എന്തായിരിക്കും? ഈ എക്സിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഏത് ഇക്വേഷൻ കൊടുക്കണം? നമ്മളിപ്പോ പരിഗണിക്കാത്ത രണ്ടാമത്തെ ഇക്വേഷൻ കൊടുക്കണം. അതൊക്കെ അറിയാം. അപ്പോ ഞാനിപ്പോ ഇത് സ്പീഡിൽ പറഞ്ഞു പോകുന്ന കാര്യം മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മുമ്പുള്ള വീഡിയോ കണ്ടു നോക്കാം. അതിലൊക്കെ ഈ ക്ലാസ്സിന്റെ ആദ്യത്തെ വീഡിയോ അല്ല ഇത്. മുമ്പ് വീഡിയോകൾ നമ്മൾ ഓരോ ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിലിതെല്ലാം വിശദീകരിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് സ്കിപ്പ് ചെയ്ത് വേഗം പോകുന്നത്. കാരണം അത് കണ്ടവർക്ക് ഇത് കാണുമ്പോൾ ബോറടിക്കും. അതുകൊണ്ടാണ് ഇത് വേഗം പറഞ്ഞു പോകുന്നത്. ആർക്കെങ്കിലും തിരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മുമ്പുള്ള വീഡിയോ കിടപ്പുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. അപ്പൊ അത് ക്ലിയർ ആയിക്കോളും. അപ്പൊ x ഈക്വൽ ടു മൈനസ് ഓഫ് √3y ഡിവൈഡ് ബൈ √2. അത് ഇക്വേഷൻ നമ്പർ 2 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. √3x ആണ്. അപ്പൊ എക്സിന് വരെ നമുക്ക് ഈ വാല്യൂ കൊടുക്കാം. മൈനസ് 8y ഈക്വൽ ടു 0. ഇനി ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ആ √3നെയും മൈനസ് √3നെയും മൾട്ടിപ്ലൈ ചെയ്യാം. √3 മൾട്ടിപ്ലൈ ചെയ്ത് 3 ആണെന്ന് നമുക്കറിയാം. സൈൻ അവിടെ മൈനസ് ഉണ്ട്, അതുകൊണ്ട് മൈനസ് √3 കിട്ടി. ഇനി ആ √2ഉം √8ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആ ആൻസർ മൈനസ് ഈ 3y നിന്ന് മൈനസ് ചെയ്താൽ ആണ് നമുക്ക് എന്ത് കിട്ടുക? ഇവിടുത്തെ ആൻസർ. കാരണം നമ്മൾ ഈ 1 + 1/2 ഈക്വൽ ടു 3/2 എന്നൊക്കെ എഴുതുന്ന പോലെ ചെറിയ ക്ലാസ് പഠിച്ചിട്ടില്ല. ആ ഒരു സംഭവം മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. നമുക്ക് നോക്കാം. √2 × √8, √2 × 8 ഈക്വൽ നമുക്ക് 16y. ആ √2നെ √8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √16y എന്നാണ് കിട്ടുക. അപ്പൊ √16 എന്ന് പറയുന്നത് 4 ആണ് നമുക്കറിയാം. അപ്പൊ അതിനെ 4y കിട്ടും. അപ്പൊ 4y അവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു ഡിനോമിനേറ്റർ √2 കിടപ്പുണ്ട്, അതിനോട് വെക്കാൻ പറ്റില്ല. ഡിവൈഡ് ബൈ √2. ഇപ്പോ ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ചെറിയ ക്ലാസ്സിൽ കണ്ട പോലെ 1 + 1/2 എന്ത് ചെയ്യും? ഈ 2 × 1 ചെയ്യും, പ്ലസ് ഈ 1 കൂട്ടും, ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? 2 × 1 2 + 1 3. ഇവിടെ നമ്മൾ 3/2 എന്ന് എഴുതും. ഇതേ മെത്തേഡാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോ 3 - 1/2 ഈക്വൽ ടു നമ്മൾ എന്താ ചെയ്യുക? അല്ല, നേരത്തെ ഇപ്പൊ ചെയ്ത പോലെ നമുക്ക് തിരിച്ച് ചെയ്താൽ. ഇപ്പൊ ഇവിടെ നമുക്ക് മൈനസ് ഇപ്പുറത്താണ് ഉള്ളത്, അതിനെ നമുക്ക് മാറ്റി എഴുതാം. ഒരു 4 - 1/2 എന്ന് എഴുതാം. അവിടെ എന്താ ചെയ്യുക? 2 × 4 8. അപ്പോ 8 - 1 ഡിവൈഡ് ബൈ 2 ആണ് ചെയ്യുക, ഈക്വൽ ടു 7/2 എന്ന് എഴുതാം. ഇനി ഇതേ ഫോമിൽ തന്നെ എഴുതണമെങ്കിൽ ഇവിടെ ഈ റൈറ്റ് സൈഡിലാണ് നമുക്ക് മൈനസ് ചെയ്യുന്ന സാധനം. ഒരു 8/2 എന്ന് എഴുതാം. 8/2 നമുക്ക് 4 ആണെന്ന് അറിയാം. -2 ആണെങ്കിൽ ഇവിടെ എന്താ? 2 × 2 4 ആണ്. അപ്പൊ നമ്മൾ ഈക്വൽ ടു 8 - 2 × 2 4 ഓൾ ഡിവൈഡ് ബൈ 2 എന്ന് എഴുതും. ഈക്വൽ ടു എന്ത് കിട്ടണം? 8 - 4 ഈക്വൽ ടു 4/2 ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഈ മെത്തേഡാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത്. പെട്ടെന്ന് ഈ √2 എല്ലാം കാണുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് ചെയ്തത്. സംശയം വന്നെങ്കിൽ ഇത് നോക്കുക. അത് ഈക്വൽ ടു 0 ആണ്. അപ്പോ -3y - 4y നമുക്ക് കിട്ടി. അപ്പൊ -3y -4y കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? സെയിം സൈൻ ആണ്, തമ്മിൽ കൂട്ടി ആ സൈൻ ചേർക്കുക. -7y കിട്ടി. ഡിവൈഡ് ബൈ √2 ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റിയാൽ നമുക്ക് 0 ×
2 എന്നാണ് കിട്ടേണ്ടത്. -7y ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് y ഈസ് ഈക്വൽ ടു 0/-7. അപ്പോൾ y ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി നമുക്ക് x വേണം. എന്ത് ചെയ്യാം? ഈ y-യുടെ വാല്യൂ നമ്മുടെ എളുപ്പമുള്ള ഇക്വേഷനിൽ എളുപ്പം നമുക്ക് ഏതായിരിക്കും? x ഈക്വൽ ടു നമ്മൾ ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വേണ്ടി y-യുടെ വാല്യൂ ഇക്വേഷൻ 1 2 3 നമ്മൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ തേർഡ് ഇക്വേഷനിൽ നമ്മൾ x ഈക്വൽ ടു തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പം അതായിരിക്കും. ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Substituting y is equal to 0 in equation number 3, x equal to -√3 into 0. അപ്പൊ അതിന് പോകും ഡിവൈഡ് ബൈ √2. x ഈക്വൽ ടു എന്ത് കിട്ടും? 0/√2 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ആദ്യം കണ്ട വിഷമമൊന്നും ഈ ക്വസ്റ്റിനകത്ത് ഇല്ല. ഇത് ക്യാൻസൽ ആയി പോയിട്ടുണ്ട് 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. എന്തെങ്കിലും സംശയം വരാനുണ്ടെങ്കിൽ ആ -8y ആ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഭാഗത്തായിരുന്നു എന്റെ ഒരു കണക്കൂട്ടൽ ഉണ്ടാവേണ്ടത്. അത് സാധാരണ നമ്പർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഞാനത് വീണ്ടും വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ നമുക്കിവിടെ സൊല്യൂഷൻ x ഈക്വൽ ടു 0, y ഈക്വൽ ടു 0 എന്ന് കിട്ടി. 3x/2 - 5y/3 ഈക്വൽ ടു -2. x/3 plus y/2 ഈക്വൽ ടു 13/6. 3x/2 minus 5y/3 equal to -2. If any number is in the denominator to become then it difficult to solve. അതിൽ ഡിഫിക്കൽട്ട് ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ മുമ്പ് ഒരു പ്രോബ്ലം നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 2 ഉം 3 ഉം ആണ്. നമുക്ക് അതിന്റെ LCM എടുത്തിട്ട് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ പ്രശ്നം തീരും. മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം. ഇല്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. എളുപ്പമാണ്. എന്ത് ചെയ്യാം? സോൾവ് ദ ഡിനോമിനേറ്റർ. there are 2 denominator 3 and 2 6 ആണ് LCM നമുക്ക് അറിയാം. Where LCM is equal to 6. എന്ത് ചെയ്യുക? ആ ഇക്വേഷൻ നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ത്രൂ ഔട്ട് ബൈ 6 we get 6 into 3x/2 minus 6 into 5y/3 equal to -2 into 6. കട്ട് ചെയ്യാം. ഇവിടെ 3 കിട്ടുന്നു. ഇവിടെയും 6 കൊണ്ട് കട്ട് ചെയ്യുന്നു. 2 കിട്ടുന്നു. -2 into 6. 6നെ 2 കൊണ്ട് കട്ട് ചെയ്ത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കട്ട് ചെയ്തു. 3 into 3x ഈക്വൽ ടു നമുക്ക് 9x കിട്ടി. -2 into അവിടെയും 6നെ 3 കൊണ്ട് കട്ട് ചെയ്ത് 2 കിട്ടി. 2 into 5y ഈക്വൽ ടു -10y കിട്ടി. ഈക്വൽ ടു 2 into 6 -2 into 6 -12. അപ്പോ ഡിനോമിനേറ്ററിലെ പ്രശ്നം അവിടെ തീർന്നു. ഫസ്റ്റ് ലെറ്റസ് നമ്പർ ദ ഇക്വേഷൻ. എല്ലാ ഇതിൽ പറയുന്ന പോലെ തന്നെ നമ്പർ കൊടുക്കുക. നമുക്ക് ഇക്വേഷൻ നമ്പർ കൊടുക്കാം. 1 കൊടുത്തു. ഇനി നെക്സ്റ്റ് ഇക്വേഷൻ ഇതേപോലെ തന്നെ ചെയ്യാം. x/3 plus y/2 ഈക്വൽ ടു 13/6 ആണ്. അപ്പൊ ഇതിന്റെ LCM എന്തായിരിക്കും? 3 ഉം 2 ഉം. അതിന്റെ LCM 6 ആണ്. ഇപ്പുറത്തോട് 6 തന്നെയാണ്. അപ്പൊ അവിടെ കൺഫ്യൂഷൻ ഇല്ല. സിമിലർലി മൾട്ടിപ്ലൈ ത്രൂ ഔട്ട് ബൈ 6. അപ്പോ LCM നോക്കണം. 3 ഉം 2 ഉം 6 ഉം ആണ്. LCM കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പൊ 3 ഉം 2 ഉം ആണ്. ഇവിടെ 6 ഉണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് 3 ഉം 2 ഉം ഉണ്ട്. അപ്പൊ അവിടുത്തെ വലിയ നമ്പർ നോക്കുക. ആ നമ്പറിലെ ഡിവിസിബിൾ ആണോ എന്ന് നോക്കിയാൽ മതി. അല്ലാതെ 6ാം ക്ലാസ്സിൽ പഠിച്ച പോലെ LCM നമ്മൾ ഫാക്ടറൈസ് എഴുതുമൊന്നും വേണ്ട. അത്രയും LCM കാണേണ്ട പ്രശ്നമൊന്നുമില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. റിയൽ നമ്പേഴ്സിൽ നമ്മൾ LCM കാണാൻ പഠിച്ചിട്ടുണ്ട് ഫാക്ടറൈസ് ചെയ്തിട്ട്. അതിന്റെ മെത്തേഡൊന്നും ആവശ്യമില്ല. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആകെ നിങ്ങൾക്ക് വേണ്ട അടിസ്ഥാന യോഗ്യത ഒരു 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് അറിഞ്ഞാൽ മതി. അത് ചിന്തിച്ചാൽ നമുക്കിത് ചെയ്യാൻ പറ്റും. LCM എന്ന് കേൾക്കുമ്പോൾ പല പിള്ളേരും പേടിക്കുന്നത് കണ്ടിട്ടുണ്ട്. കുട്ടികൾ പേടിക്കും. LCM ഒക്കെ വലിയ സംഭവമല്ലേ? അതായത് അന്ന് പഠിപ്പിച്ചത് ഒന്നുകിൽ മനസ്സിലായിട്ടുണ്ടാവില്ല, ഇല്ലെങ്കിൽ മറന്നുപോയിട്ടുണ്ടാവും. ഇതൊന്നും വേണ്ട. നമുക്ക് സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് അറിയാമെങ്കിൽ ഇത് ചെയ്യാം. അപ്പൊ ഇവിടെ 3 ഉം 2 നും കോമൺ ആയിട്ട് ആരാ ഉള്ളത്? 6 ആണ്. നമുക്കറിയാം 6നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. LCM കാണാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. LCM 6 ആണെന്ന് പറഞ്ഞു. അത് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും. അതിനുള്ള ഒരു സെൻസ് ഉണ്ടായാൽ മതി. അത് ഇവിടെ ചിന്തിച്ച് നോക്കുക. ഇനി ഈ സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ ആ ഇക്വേഷൻ ഫോം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമുക്കിവിടെ ഇപ്പുറത്ത് 13/6 ആണുള്ളത്. അപ്പൊ ഈ 6നെയും 3നെയും 2വിനെയും നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ LCM 6 ആണ്. ആ LCM എന്നുള്ള പേര് കേട്ട് പേടിക്കണ്ട. മൾട്ടിപ്പിൾസ് ആണ്. നമുക്ക് ടേബിൾസ് അറിയാമെങ്കിൽ ഇതൊരു പ്രശ്നമേ അല്ല.
ഇത് ആരെങ്കിലും ഇത് പറഞ്ഞ് വളച്ചു കെട്ടി പറയുമ്പോഴോ, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളത് ടീച്ചേഴ്സ് ചിലപ്പം അത് സ്പീഡിൽ അത് LCM അല്ലെ സിമ്പിൾ എല്ലാം ചെയ്തങ്ങ് പോകും. അപ്പോൾ പകുതി കേൾക്കുന്നുണ്ടാവില്ല. മനസ്സിലാവാത്ത പിള്ളേർ അയ്യോ ഇതെങ്ങനെയൊക്കെയോ ചെയ്തോളൂ, ഇതൊന്നും മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് സംശയം ചോദിച്ച അനുഭവം എനിക്കുള്ളതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. ഇതൊരു സംഭവമൊന്നുമല്ല. 3ഉം 2ഉം 6ഉം. അപ്പോൾ 6നെ ഈ 3ന്റെയും 2ന്റെയും മൾട്ടിപ്പിൾ ആണ് 6. അല്ലെങ്കിൽ 6നെ നമുക്ക് 3 കൊണ്ടും 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ ഈ LCM എന്ന് പറയുന്ന സാധനം. പക്ഷെ ഇത് കേട്ട് വെറുതെ പേടിക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇതിനെ മൊത്തം നമുക്ക് ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് നമുക്ക് എന്ത് ചെയ്യാം, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ ഡിനോമിനേറ്ററിലെ പ്രശ്നം അവിടെ തീരും. 6 ഇൻറ്റു x/3 പ്ലസ് 6 ഇൻറ്റു y/2. ഇനി ഇത് കട്ട് ചെയ്ത് കളയാം. ഇവിടെ 2 കിട്ടി, 2x കിട്ടും. അവിടെ 6/2 നമുക്ക് 3 കിട്ടി. 13/6 6 ഓൾറെഡി കട്ടായി പോകുള്ളൂ. ഇനി നമുക്ക് ബാക്കി കിട്ടുന്നത് 2 ഇൻറ്റു x 2x. 13 മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പോയി. ഈക്വൽ ടു 30. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കിട്ടി. ഇവിടെ ഫ്രാക്ഷൻ ആണ് എന്നുള്ള പ്രശ്നം നമുക്ക് ഇവിടെ തീർന്നു. നമ്മൾ അതിനെ കട്ട് ചെയ്ത് മാറ്റി ഫ്രാക്ഷൻ ഇല്ലാതെ നല്ലൊരു ഇക്വേഷൻ 9x മൈനസ് 10y ഈസ് ഈക്വൽ ടു -12 എന്നും 2x പ്ലസ് 3y ഈക്വൽ ടു 13 എന്നും നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യണം, ഇതിൽ നമുക്ക് എളുപ്പമെന്ന് കൺസിഡർ വൺ ഓഫ് ദ ടു ഇക്വേഷൻ, ഏതെങ്കിലും പരിഗണിക്കുക. വിച്ച് ഇക്വേഷൻ ഈസ് ടു ബി കൺസിഡേർഡ്? യു ക്യാൻ കൺസിഡർ ഐദർ ഓഫ് ദ ടു ഇക്വേഷൻസ്. ഇറ്റ് ഈസ് ബെറ്റർ ടു കൺസിഡർ സിംപ്ലർ ഓഫ് ദ ടു ഇക്വേഷൻസ്. ഇത് നമ്മുടെ എല്ലാ പ്രോബ്ലത്തിലും പറയുന്നതാണ്. അപ്പോ നമുക്ക് എളുപ്പമെന്ന് തോന്നുന്ന ഇക്വേഷൻ സെലക്ട് ചെയ്യുക. അതൊന്ന് മാറിപ്പോയെന്നോർത്തൊന്ന് വെട്ടി എഴുതേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഏതാണോ സെലക്ട് ചെയ്തത് അത് വെച്ച് നമുക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ കണ്ടിട്ടുള്ള കാര്യമാണ്, ആരെങ്കിലും കുട്ടികൾ ഒരു ഇക്വേഷൻ എഴുതി അവർ ചെയ്യാൻ തുടങ്ങുവാണ്. അപ്പൊ ഞാൻ ചിലപ്പോൾ ബോർഡിൽ വന്നിട്ട് വേറൊരു ഇക്വേഷൻ ആയിരിക്കും എഴുതും. അപ്പൊ മൊത്തം വെട്ടി കളഞ്ഞിട്ട് ബാക്കി ഇക്വേഷൻ എഴുതും. അങ്ങനെ എഴുതേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏതാണ് എളുപ്പം തോന്നുന്നത് അത് വെച്ച് ചെയ്യുക. അല്ലാണ്ട് ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. അവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചതെങ്കിൽ അതിന്റെ വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സെക്കൻഡ് ഇക്വേഷൻ ആയിരിക്കണം. ഇത് സെക്കൻഡ് ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിച്ചതെങ്കിൽ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഇക്വേഷൻ ആയിരിക്കണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഏത് ഇക്വേഷൻ വേണം എന്നൊന്നുമില്ല. ഒരാൾ ഈ ഇക്വേഷൻ വെച്ച് ചെയ്തു, അയ്യോ എന്റെ തെറ്റിപ്പോയോ മറ്റേ ഇക്വേഷൻ ചെയ്യണോ എന്നൊന്നും ചിന്തിക്കരുത്. ഏതിൽ ചെയ്താലും ശരിയാണ്, അവിടെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് എളുപ്പം എന്ന് തോന്നുന്നത് അത് നമ്മുടെ വിശ്വാസമാണ്. നമുക്ക് ഏതാണ് എളുപ്പം നമുക്ക് അത് ഉപയോഗിച്ച് നമ്മൾ ചെയ്യും. അപ്പോ ഇവിടെ ലെറ്റ്സ് കൺസിഡർ ഇക്വേഷൻ നമ്പർ 1. നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ എന്താ, ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ മാറ്റി എഴുതിയിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ പേര് കൊടുത്തു, ഇക്വേഷൻ നമ്പർ 1 എന്ന് പേര് കൊടുത്ത് തന്നെ നമ്മൾ ഫ്രാക്ഷൻ മാറ്റിയിട്ടാണ്. അപ്പൊ 9x മൈനസ് 10y -12 ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ 9x മൈനസ് 10y ഈക്വൽ ടു -12 നമ്മൾ എഴുതി. ഇനി റൈറ്റ് ദ ഇക്വേഷൻ ഐദർ x ഈക്വൽ ടു സംതിങ്. ഇനി പറയുന്നത് y ഈസ് ഈക്വൽ ടു സംതിങ്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ഇത് നമ്മൾ കണ്ടതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 9x നിർത്തും. അപ്പൊ 9x ഈക്വൽ ടു നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആ 10y അപ്പുറത്ത് പോകുമ്പോൾ അത് പ്ലസ് 10y ആകും എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ. ഈക്വൽ ടു -12, പിന്നെ എന്ത് ചെയ്യണം, പ്ലസ് 10y വേണം. അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു പ്ലസ് 10y. ഞാനിപ്പോ ഇത് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു പോവാണ്. അപ്പം മുമ്പത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓരോ വീഡിയോ നമ്പർ അടക്കം അതൊന്നും ചെയ്ത് ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ ഇതിന്റെ എല്ലാ എക്സ്പ്ലനേഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓരോ കണക്കിലും വീണ്ടും വീണ്ടും അത് പറയുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് അത് പറയാത്ത പെട്ടെന്ന് ചിലത് പറഞ്ഞു പോകുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നുമുണ്ട്. അപ്പൊ അവിടെ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ആ പ്ലേലിസ്റ്റ് എടുത്തിട്ട് മുമ്പത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഇല്ലെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ അതിന്റെ കൃത്യമായ മറുപടി അവിടെ പറഞ്ഞുതരാം. അത് വീഡിയോ ആയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ ഇവിടെ 9x മൈനസ് 12, 9x ഈക്വൽ ടു -12 പ്ലസ് 10y. അപ്പൊ ഇനി എന്ത് ചെയ്യാം, ഈക്വൽ ടു നമുക്ക് x ഈക്വൽ ടു എന്ന് വേണം. അപ്പൊ എന്ത് ചെയ്യണം, ആ 9 നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പം -12 പ്ലസ് 10y ഡിവൈഡഡ് ബൈ 9 എന്നല്ലേ വരുക, നോക്കാം. പ്ലസ് 10y ഡിവൈഡഡ് ബൈ 9 വരണം. ഈ 9 എടുത്ത് താഴേക്ക് കൊണ്ടുവരുന്നു, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ 9 അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇവിടെ ഡിവിഷൻ വരുന്നു 9. അപ്പൊ x ഈക്വൽ ടു എന്ന ഫോമിൽ നമ്മുടെ ഇക്വേഷൻ ഉണ്ട്.
നമ്പർ ദ ഇക്വേഷൻ ആസ് 3. നമ്മൾ തേർഡ് ഇക്വേഷൻ ആയിട്ട് അതിനെ കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? നമുക്കിതിൽ നമ്മളിപ്പോ ഏതിനെ എടുത്തത്? കൺസിഡർ ഫസ്റ്റ്. നമ്മൾ ഫസ്റ്റ് ഇക്വേഷനെയാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് എക്സ് ഈക്വൽ ടു ഈ ഒരു കോലത്തിലാക്കി വെച്ചേക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ഇനി സെക്കൻഡ് ഇക്വേഷനിൽ എക്സിന് പകരം നമ്മൾ ഈ വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഇനി വീണ്ടും ഇതിനെ കൊണ്ട് ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ഞാൻ എപ്പോഴും പറഞ്ഞു എളുപ്പമുള്ള ഇക്വേഷൻ ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എടുത്തിട്ടാണ് എക്സ് ഈക്വൽ എന്ന് എഴുതിയേക്കുന്നത്. ഇനി വീണ്ടും അതുകൊണ്ട് ഫസ്റ്റ് ഇക്വേഷൻ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ഇതിനെ എന്ത് ചെയ്യണം? സെക്കൻഡ് ഇക്വേഷനിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ മെത്തേഡ്? അറിയാലോ, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ്. നമ്മൾ അത് സ്കിപ്പ് ചെയ്ത് പോകുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ വേർ എവിടെ? ഇൻ ദ ഇക്വേഷൻ വിച്ച് വാസ് നോട്ട് കൺസിഡേർഡ്. ഞാൻ ഇപ്പൊ പറഞ്ഞു തീർന്നേ ഉള്ളൂ. ഏതാണ്? ഇൻ ദ ഇക്വേഷൻ വിച്ച് വാസ് നോട്ട് കൺസിഡർ. നമ്മൾ ആദ്യം പരിഗണിക്കാത്ത, വിച്ച് വാസ് നോട്ട് കൺസിഡേർഡ്. നമ്മൾ ഫസ്റ്റ് ഇക്വേഷനെ ആണ് ആദ്യം കൺസിഡർ ചെയ്തത്. അപ്പോ നമ്മൾ കൺസിഡർ ചെയ്യാത്ത ഇക്വേഷൻ ഏതാണ്? സെക്കൻഡ് ഇക്വേഷൻ. അപ്പൊ സെക്കൻഡ് ഇക്വേഷനിൽ വേണം, അതായത് 2x + 3y = 13 എന്നുള്ള ഇക്വേഷനിൽ വേണം ഈ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഫസ്റ്റ് ഇക്വേഷൻ ചെയ്യരുത്, കാരണം ഫസ്റ്റ് ഇക്വേഷനെ മോഡിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ നമുക്ക് കിട്ടിയത്. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ കൊടുക്കും. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 3, അതായത് x = -12 + 10y / 9 എന്നുള്ള ആ ഒരു സാധനം ഇൻ ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ 2 × എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? ഇത്രയും ഭീകരമായ ഒരു വാല്യൂ നമ്മൾ എക്സിന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് തന്നെ കൊടുത്തേ പറ്റും. -12 + 10y / 9 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പൊ സെക്കൻഡ് ഇക്വേഷനിൽ എന്താ കിടക്കുന്നത്? 3y. അവിടെ മാറ്റമൊന്നുമില്ല. കാരണം എന്താ? നമ്മൾ എക്സിന് മാത്രമേ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എക്സിന് പകരം നമ്മൾ ഈ -12 + 10y / 9 എന്നുള്ള ആ ഒരു വാല്യൂ കൊടുത്തു. ബാക്കി ഒന്നിനും മാറ്റമില്ല, അതേപോലെ എഴുതുക. അപ്പൊ ഇപ്പുറത്ത് മാറ്റം വരില്ലേ എന്നൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറഞ്ഞ സാധനം അതേപോലെ അവിടെ കൊണ്ട് ചേർക്കുക, അല്ലാണ്ട് ബാക്കി എന്ത് വരും, അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താന്ന് നമ്മൾ ചിന്തിക്കേണ്ട. നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എക്സിന് പകരം ആ വാല്യൂ അവിടെ എഴുതി വെക്കുക. അതിലൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഇത് ചാടിക്കേറി ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. ഒരു സ്റ്റെപ്പ് അവിടെ എഴുതി വെച്ചിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതാണ് നല്ലത്. ഇത് പെട്ടെന്ന് അതിബുദ്ധി കാണിച്ചാൽ ഇങ്ങനെയുള്ള കണക്കിൽ പെട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അനുഭവം കൊണ്ട് പറയുവാണ്. കാരണം പല കുട്ടികളും ഇത് എളുപ്പമല്ല സാർ എന്നാൽ പെട്ടെന്ന് ചെയ്യും. പക്ഷെ അവിടെ ഇത് മൈനസോ പ്ലസോ മാറിപ്പോയാൽ ലാസ്റ്റ് ആൻസർ തെറ്റും. ബുദ്ധി ഉണ്ടായിരിക്കും, പക്ഷെ അബദ്ധം പറ്റാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കണക്കുകൾ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ചെയ്തേക്കുന്ന 2 അവിടെ ഉണ്ട്. നമുക്കുള്ളത് എന്താ? 2x ആണ്. ആ എക്സിന് പകരം നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് തന്നെ കൊടുക്കണം, കാരണം അവിടെ പ്ലസും മൈനസും എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ അതിനെ ഒന്നും അതിന്റെ ഒരു സുരക്ഷാ കവചം എന്ന് പറയാം ആ ബ്രാക്കറ്റ്. അതിൽ പിന്നെ നമ്മൾ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ നമുക്കത് ചെയ്യാം. ഇപ്പൊ ഇവിടെ ബ്രാക്കറ്റ് ഇട്ട് തന്നെ ആ എക്സിന് പകരമുള്ള വാല്യൂ കൊടുക്കുക. +3y. ശ്രദ്ധിക്കണം, ബ്രാക്കറ്റ് അവിടെ നിർബന്ധമാണ്. കാരണം ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ചില പ്ലസും മൈനസും ഒക്കെ മാറും. അതുകൊണ്ട് നമ്മളിപ്പോ ചെയ്തേക്കുന്നത് എന്താ? ബുദ്ധി ഉപയോഗിച്ചിട്ടില്ല. എന്താ ചെയ്തേക്കുന്നത്? 2x + 3y = 30. അവിടെ 2x ആ എക്സിന് പകരം ഈ -12 + 10y / 9 എന്നുള്ള വാല്യൂ മാത്രം ഒരു ബ്രാക്കറ്റിനകത്ത് വെച്ച് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വേറെ ഒന്നും ചെയ്തിട്ടില്ല. +3y = 30. ഇനി നമുക്കതിനെ അപ്പൊ ചെയ്യുന്നത് എന്താ? 2 × -12. 2 × 12 24 നമുക്കറിയാം. 2 × -12 ആണ്, അതുകൊണ്ട് -24. മൈനസ് ഇൻറ്റു പ്ലസ്, പ്ലസ് ഇൻറ്റു മൈനസ്, മൈനസ് വരെ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോ -24 പ്ലസ് 2 × 10y അടുത്ത് ചെയ്യണം. അവിടെ ഒരു /9 കിടപ്പുണ്ട്, അതിനോട് വെക്കാൻ പറ്റൂല. /9. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എല്ലാം 3y + 13 ഒക്കെ ഒരു മാറ്റമില്ല. ഇനി ഈ 24 + 20y + 3y = 13 നമുക്ക് ഈ 20y + 3y കൂട്ടാൻ പറ്റുമോ? അങ്ങനെ കൂട്ടിയെടുത്ത ആൾക്കാർ എനിക്കറിയാം. അത് ചെയ്യാൻ പറ്റില്ല എന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ആ -24 കിടപ്പുണ്ട്, +20y കിടപ്പുണ്ട്, /9 കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് ഒരിക്കലും ആ 3y പെട്ടെന്ന് അതിൻ്റെ കൂടെ കൂട്ടാൻ പറ്റില്ല. നമുക്ക് ഈ /9 എന്നുള്ളതും ആ വേരിയബിൾ ഉള്ളതും ഇല്ലാത്തതിനെയും ക്ലിയർ ചെയ്യാണ്ട്, അതിനൊന്നും ഒരു ഫോമിൽ ആക്കാണ്ട് നമുക്കിനെ ചെയ്യാൻ പറ്റൂല. അപ്പൊ നമുക്ക് അടുത്ത് എന്താ ചെയ്യുക? ഈ 9 × 3y നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാൻ ഇത് കാണിച്ചു തന്നായിരുന്നു. 9 × 3y നമുക്ക് ചെയ്തിട്ട് ആ -24 പ്ലസ് ഈ 20y പ്ലസ് 3 × 9 അല്ലേ? 3 × 9 27. അപ്പൊ 27y ഞാൻ ആൻസർ കാണിക്കുന്നില്ല.
ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോ -24 പ്ലസ് 20y പ്ലസ് ആ താഴെ കിടക്കുന്ന 9 ഇൻറ്റു 3y ചെയ്താൽ 3 ഇൻറ്റു 9 27y എന്നിട്ട് ഓൾ ഡിവൈഡ് ബൈ 9 എന്ന് ചെയ്താലല്ലേ ഈക്വൽ ടു 13 ആണ്. ഈക്വൽ അത് ചെയ്താലല്ലേ ഇവിടെ ക്ലിയർ ആവുള്ളൂ, ശരിയാവുള്ളൂ. -24 പ്ലസ് 20y നമ്മൾ എഴുതി. ഇനി എന്ത് ചെയ്യണം? ഈ 9നെ ആ 3y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഞാനിത് ആൻസർ കാണിക്കാതിരുന്നത് ഒന്ന് ചിന്തിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ചിന്തിച്ച് കാണുമല്ലോ. അപ്പൊ 3 ഇൻറ്റു 9 27 അല്ലേ? അപ്പൊ പ്ലസ് 27y. ഇനി ഓൾ ഡിവൈഡ് ബൈ 9 ആയിരിക്കൂലേ? ഓൾ ഡിവൈഡ് ബൈ 9 ആണ്. എന്നിട്ട് ആ 9 എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിവിടെ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തു. ഇനി അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഓൾ ഡിവൈഡ് ബൈ 9 എന്ന് എഴുതുക. -24 ഇവിടെ സ്റ്റെപ്പ് ഇതിനകത്ത് ഇത് പ്രസന്റേഷൻ ഉണ്ടാക്കി വെച്ചതാണ്. അതുകൊണ്ട് ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് എഴുതുകയാണ്. ഒന്നുകൂടെ ഞാൻ വിശദീകരിക്കാം. -24 പ്ലസ് 20y പ്ലസ് 27y ഓൾ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് കിട്ടണം? 9 കിട്ടണം. അത് ഈക്വൽ ടു നമുക്ക് 13 ആണ്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ 9നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. -24 പ്ലസ് 20 പ്ലസ് 27y ഈക്വൽ ടു, അല്ലെങ്കിൽ ഇവിടെ എഴുതാം ഈക്വൽ ടു നമുക്ക് 13 ഇൻറ്റു ഈ താഴെ കിടക്കുന്ന ഈ 9നെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ 13 ഇൻറ്റു 9 കൊടുക്കണം. ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ ആൻസർ കിട്ടിയത്. അപ്പൊ 13 ഇൻറ്റു 9 ഈക്വൽ ടു 9 ഇൻറ്റു 3 27 7 പിന്നെന്താ റിമൈൻഡർ 2 ഉണ്ട്. 9 ഇൻറ്റു 1 9 പ്ലസ് 2 11. അങ്ങനെയാണ് നമുക്ക് 117 കിട്ടി. ഇവിടെ നമുക്ക് 117 കിട്ടി. മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ കമന്റ് ചെയ്യാം. -24 പ്ലസ് 20y പ്ലസ് 27y ഈക്വൽ ടു 117 ആണ്. 117. ഇനി എന്ത് ചെയ്യാം? 20y പ്ലസ് 27y ഈക്വൽ ടു 117 കിട്ടി. കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ ഇവിടെ എന്തെങ്കിലും ഉണ്ടാവില്ലേ? ആ 24 ഇപ്പുറത്ത് പോയിട്ടുണ്ടാവില്ലേ? നെക്സ്റ്റ് പോയിട്ടുണ്ട്. ഞാനത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. പ്ലസ് ആ -24 ഇപ്പുറത്ത് പ്ലസ് 24. അപ്പൊ നമുക്ക് എന്ത് കിട്ടണം? 20 പ്ലസ് 27 47 ആണെന്ന് ഞാൻ പറഞ്ഞേണ്ട കാര്യമില്ല. ഈക്വൽ ടു ഈ 117 പ്ലസ് 24 141 ആണെന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. ഈക്വൽ ടു നമുക്ക് y ഈക്വൽ ടു കിട്ടണം. 141നെ 47 കൊണ്ട് ഹരിച്ചാൽ 3 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ y ഈസ് ഈക്വൽ ടു നമുക്ക് 3 കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഹൗ ടു ഗെറ്റ് ദ വാല്യൂ ഓഫ് x. നമ്മളവിടെ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. x ഈസ് ഈക്വൽ ടു എവിടെയാ? ദാ കിടക്കുന്നു. ഞാൻ പെണ്ണെടുത്തിട്ട് വട്ടം വയ്ക്കാം. x ഈസ് ഈക്വൽ ടു നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഹൗ ടു ഗെറ്റ് ദ വാല്യൂ ഓഫ് x? വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് y ഈസ് ഈക്വൽ ടു 3. എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഞാനതാ അവിടെ ചുവന്ന വശിക്ക് വട്ടം വരച്ച് വെച്ചിട്ടുണ്ട്. x ഈക്വൽ ടു എന്നുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഐദർ ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 ഓർ ഇക്വേഷൻ നമ്പർ 3 എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് y ഇൻ ഇക്വേഷൻ നമ്പർ 3 ഞാൻ നേരത്തെ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 3 കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് y ഈസ് ഈക്വൽ 3 ഇൻ ഇക്വേഷൻ നമ്പർ 3 അറിയാം. എന്താണ്? -12 പ്ലസ് 10 ഡിവൈഡഡ് ബൈ -12 പ്ലസ് 10y ആണ്. അപ്പൊ എന്ത് ചെയ്യണം? y യുടെ വാല്യൂ അവിടെ കൊടുത്തു. ഡിവൈഡ് ബൈ ആരാ? 9. ഇപ്പൊ നമുക്കെല്ലാം നമ്പർ ആണ്, വേറൊന്നുമില്ല, വേരിയബിൾ ഒന്നുമില്ല. ഈക്വൽ ടു എന്ത് ചെയ്യാം? x ഈക്വൽ ടു 10 ഇൻറ്റു 3 30 -12 പ്ലസ് 30 ഡിവൈഡ് ബൈ 9 ഈക്വൽ ടു -12 പ്ലസ് 30 ഈക്വൽ ടു 18 ആണ്. 18 ഡിവൈഡ് ബൈ 9 ഈസ് ഈക്വൽ ടു ഞാൻ വിശദീകരിക്കുന്നില്ല. x ഈക്വൽ ടു 2 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലിപ്പോ എന്റെ ഹെൽപ്പ് ആവശ്യമില്ല. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ x ഈക്വൽ ടു 2, y ഈക്വൽ ടു 3.